ോടൊപ്പം അശ്വതി പിള്ള കൂടി ചേരുകയാണ്. അശ്വതി, അടുത്തത് ഇനി കുബേർ ടിലയിലേക്കാണ് പ്രധാനമന്ത്രി പോകുന്നത്. അവിടുത്തെ സന്ദർശനം കൂടി കഴിയുമ്പോഴാണ് ലൈവ് വിഷ്വൽസ് ആണ് വരുന്നത്. അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, കുബേർ ടിലയിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെയും ചില ആചാരപരമായ കാര്യങ്ങൾ അദ്ദേഹം നിർവഹിക്കുന്നു. തീർച്ചയായും 3:30 അയോധ്യയിൽ നിന്ന് പ്രധാനമന്ത്രി മടങ്ങുമെന്നാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പ്രകാരമുള്ള സമയം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ മണി 3:10 ഇപ്പോൾ പ്രധാനമന്ത്രി രണ്ടാമത്തെ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുബേർ കാറ്റിലയിലെ ചടങ്ങുകൾ പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ്. കുബേർ തില ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കർമ്മങ്ങൾ നിർവഹിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അല്പസമയം മുമ്പാണ് രാമവിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി. ഇപ്പോൾ കുബേർ തില ശിവക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാമ മന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ രാജ്യത്തെ പൗരപ്രമുഖരെ സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നത്. പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്കൊടുവിൽ ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ പൂർത്തിയായിരിക്കുകയാണ്. അയോധ്യയിലേക്കുള്ള സന്ദർശനം പൂർത്തിയാകുന്നത് കുബേർ ടിലയിലെ ഈ ജലാഭിഷേകത്തോടു കൂടി ആണ് എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ എത്തി ആ കർമ്മങ്ങൾ കൂടി പൂർത്തിയാക്കി മടങ്ങുന്നത്. അത് ഇനിയിപ്പോൾ അയോധ്യ ദർശനം അതിൻ്റെതായ തീർത്ഥാടന വഴികളുണ്ടാകും, രീതികളുണ്ടാകും, അത് പരിചിതമാകും. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കുബേർ ടിലയിൽ നടക്കുന്നത്. അവിടുത്തെ ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കിയായിരിക്കും പ്രധാനമന്ത്രി അവിടെ നിന്ന് മടങ്ങുക. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവിടെ യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ട്. അതിനുശേഷം ചടങ്ങുകൾ പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങും. 8,000-ഓളം വരുന്ന അതിഥികൾ, വിശിഷ്ടാതിഥികൾ, അവർ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയായതിന്റെ നിർവൃതിയിലാണ്. അവർ ഇനി അയോധ്യയിൽ രാംലല്ല ദർശനം കൂടി പൂർത്തിയാക്കിയായിരിക്കും അതിൽ മിക്കവരും മടങ്ങുക. അതിനായി അവർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നമുക്ക് ക്ഷേത്രത്തിലേക്ക് അതിഥികളായി എത്തിയവർ ഉൾപ്പെടെയുള്ളവർ ദർശനത്തിനായി പോകുന്നത് കാണാം. മാധ്യമപ്രവർത്തകർക്കുള്ള ദർശനത്തിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. 300-ഓളം മാധ്യമപ്രവർത്തകർക്കാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്. രഞ്ജിത്ത് രാമചന്ദ്രനും പ്രശാന്തും അല്പസമയത്തിനകം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അനുഗ്രഹീത നിമിഷമാണ്, ജീവിതത്തിലെ അനുഗ്രഹീത നിമിഷമാണ് ഇത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് ശുഭ പര്യവസാനം ഉണ്ടായിരിക്കുന്നത്. രാമൻ ഇപ്പോൾ ടെന്റിലല്ല, പവിത്രമായ ക്ഷേത്രത്തിനുള്ളിലാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. രേണുക സൂചിപ്പിച്ചതുപോലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നയാൾക്ക് ഇവിടെ വന്ന് ഈ അഭിഷേകം കൂടി കുബേർ ടിലയിലെത്തി ഈ അഭിഷേകം കൂടി പൂർത്തിയാക്കിയ ശേഷമാകും ആ രാമക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയാകുക. അങ്ങനെ ആയിരിക്കും അതിന്റെ ചടങ്ങുകൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുബേർ ടിലയിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കുബേർ ടിലയിൽ ജഡായുവിന്റെ വെങ്കല പ്രതിമ സ്ഥാപിച്ചതായി രാമക്ഷേത്ര ട്രസ്റ്റ് നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു. കുബേരരത്ന എന്ന് അറിയപ്പെടുന്നത് ഈ രാമന്റെ സേവകനാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠയെ വണങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംലല്ലയുടെ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ശേഷം. കുബേർ നവരത്ന കുന്ന് എന്നറിയപ്പെടുന്ന ഈ കുന്നിൽ വെച്ചാണ് ജഡായുവും ശ്രീരാമനും തമ്മിലുള്ള ബന്ധം ആരംഭിച്ചതെന്നൊക്കെയാണ് അവിടെയുള്ള ഐതിഹ്യം. അതനുസരിച്ച് രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ഇവിടെയും എത്തി കുബേർ ടിലയിലും എത്തി ദർശനം നടത്തണമെന്നതാണ് അവിടുത്തെ
വിശ്വാസം, പുതിയ ക്ഷേത്രമാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങളുണ്ടാകും, ആചാരക്രമങ്ങളുണ്ടാകും. അത് പ്രകാരം എങ്ങനെയാണ് അയോധ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത്, എവിടെയൊക്കെയാണ് ആദ്യം സന്ദർശനം നടത്തേണ്ടത്, എന്തൊക്കെ രാമന്റെ ഇഷ്ട ചടങ്ങുകൾ അവിടെ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. രഞ്ജിത്ത് രാമചന്ദ്രനും പ്രശാന്ത് മംഗലശ്ശേരിയും അല്പസമയത്തിനകം രാമക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്ന് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാമക്ഷേത്രത്തിലേക്ക് സന്യാസി വര്യന്മാർ അടങ്ങുന്ന ഒരു വലിയ സംഘം അങ്ങോട്ടേക്ക് ദർശനത്തിനായി കയറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അവിടെ നിന്നുള്ള അയോധ്യയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിരവധി പേരാണ് ഈ ഒരു നിമിഷത്തിനായി വർഷങ്ങളായുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന് അന്ത്യമാകുന്നു. രാംലല്ലയുടെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഇപ്പോൾ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഇപ്പോൾ അവിടേക്ക് ആളുകളെ കയറ്റിവിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേക പാസ് ലഭിച്ചവരായിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രത്യേക ക്ഷണിതാക്കളാണ്. ജനങ്ങൾക്കിപ്പോഴും പൊതുജനങ്ങൾക്കിപ്പോഴും അങ്ങോട്ടേക്ക് കടക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പ്രത്യേക ക്ഷണിതാക്കളാണ് ആ അകത്തേക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും വിഗ്രഹം കണ്ട് വണങ്ങാനുള്ള അവസരവും അവർക്ക് മാത്രമാണ്. അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകർക്ക്, അതും വളരെ ക്ഷണിക്കപ്പെട്ട വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അവിടേക്ക് അനുമതിയുള്ളത്. ഏകദേശം 30 പേർക്ക് മറ്റുമാണ് അങ്ങോട്ടേക്ക് അനുമതിയുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതിൽ നമ്മുടെ പ്രതിനിധി രഞ്ജിത്ത് രാമചന്ദ്രനും പ്രശാന്തും അവിടേക്ക് എത്തുകയും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വരും നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് ന്യൂസ് 18 എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ